ഇന്നിൻ്റെ റൂഹിക്കുണ്ടല്ലോ ബീട്രൂട്ടിൻ്റെ ഒരു പാൻ കേക്കാണ് ഞാൻ സെറ്റാക്കി എടുത്തത്. ആദ്യം തന്നെ പഴം എടുത്ത് പിന്നെ ബീട്രൂട്ടിന് പകരമായിട്ട് ഞാൻ ഈ പ്യൂർ പാക്കിൻ്റെ ബീട്രൂട്ട് പൗഡർ എന്ന് യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബോട്ടിൽ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ടിൻ്റെ സ്മെല്ല് ഉണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് 2 സ്പൂൺ ഓട്സ് പൊടിച്ചതും ഒരു എഗ്ഗും പിന്നെ ഈ ബനാനൻ്റെ മിക്സും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ നമുക്ക് ഈ മിക്സ് ബട്ടറിലോ നെയ്യിലായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. എപ്പോഴും ഈ നോർമൽ ഫുഡൊക്കെ കഴിച്ച് മടുത്ത മക്കളാണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും കളറായിട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കഴിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും. പഴം ആഡ് ചെയ്തുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇതിലേക്ക് വേറെ മധുരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ വേണമെങ്കിൽ ഇതുപോലെ കുറച്ച് തേനൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. ഇതുണ്ടല്ലോ പ്യൂർ പാക്സ് എന്ന് പറഞ്ഞൊരു പേജ് നിങ്ങൾക്ക് സെൻഡ് ചെയ്തായിരുന്നു. മലപ്പുറം വേങ്ങരല്ല 4 ഉമ്മമാർ കൂടി തുടങ്ങിയ ഒരു ബിസിനസ്സാണിത്. 100% നാച്ചുറൽ പ്രൊഡക്റ്റാണ് ഇവർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞു മക്കൾക്കൊക്കെ നമുക്ക് വിശ്വസിച്ചിട്ട് കൊടുക്കാം അവരുടെ പ്രൊഡക്റ്റ്. പിന്നെ ഞാൻ ഇവരുടെ തന്നെ സ്വീറ്റ് പൊട്ടാറ്റോ പൗഡർ യൂസ് ചെയ്തിട്ട് ഒരു ഷേക്ക് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. സ്വീറ്റ് പൊട്ടാറ്റോ ഉണ്ടല്ലോ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. പക്ഷെ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് എപ്പോഴും ഇത് അവൈലബിൾ ആവാറില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ നാച്ചുറൽ പൗഡേഴ്സ് സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ മക്കൾക്ക് ഇതുപോലെ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഫുഡൊക്കെ സെറ്റാക്കി കൊടുക്കാം. ട്രൗട്ടർ റാക്കൊക്കെ കുഞ്ഞു മക്കൾക്ക് ഇതുപോലെ കുറുക്കൊക്കെ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ വെയിറ്റ് ഗെയിനിങ്ങിന് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ കുറച്ച് വലുതായ മക്കളാണെങ്കിൽ ഇതുപോലെ ദോശൻ്റെ മാവിൽ ആഡ് ചെയ്തിട്ടും ഷേക്ക് ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. വേറെയും ഒരുപാട് ബേബി ഫുഡ്സ് ഇവരെ പേജിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിക്കണം എന്നുണ്ടെങ്കിൽ ഇവരെ പേജ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി.